വിസ തട്ടിപ്പിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ഭർത്താവ് അറസ്റ്റിൽ. കൽപ്പറ്റ സ്വദേശി ജോൺസൺ ആണ് അറസ്റ്റിലായത്. ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസും കേസിൽ പ്രതിയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി, UK-യിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളിലെ ഇൻസ്റ്റഗ്രാം വഴി, അതായത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള യുവതിയും യുവതിയുടെ ഭർത്താവും ചേർന്നാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ അന്ന ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലൂടെ ഈ UK-യിലേക്ക് പോകാൻ വേണ്ടി പ്ലസ് 2 പാസ്സായവരായിക്കോട്ടെ, പ്ലസ് 2 തോറ്റവരായിക്കോട്ടെ, അവർക്ക് പണം മാത്രം നൽകിയാൽ അത്തരത്തിൽ ഈ മറ്റ് സർട്ടിഫിക്കറ്റുകളോ മറ്റ് പോകാനുള്ള യാത്രാ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവരെ UK-യിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പൈസ പലരിൽ നിന്നായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. നിലവിൽ കേരളത്തിൽ 4 സ്ഥലങ്ങളിലായിട്ടാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് തിരുവനന്തപുരം സ്വദേശി തിരുവനന്തപുരം സ്വദേശി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തതാണ്. അതിൽ കൽപ്പറ്റ സ്വദേശിയായിട്ടുള്ള ജോൺസൺ, അതായത് ഈ അന്നയുടെ ഭർത്താവായിട്ടുള്ള ജോൺസനെ പോലീസ് അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ 42 ലക്ഷം രൂപയാണ് ഇവരിൽ നിന്ന് തട്ടിയെടുത്തതായിട്ട് പരാതിയുള്ളത്. പരാതിക്കാരി ഇപ്പോൾ നമുക്കൊപ്പം തന്നെ ചേരുന്നുണ്ട്. ലക്ഷ്മി, എന്താണ് സംഭവിച്ചത്? നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് അവർ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നത്? ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവരെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു UK-യിലേക്ക് വിസയുണ്ട്, കെയറർ വിസയാണ്, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ ചെന്നാൽ കൊച്ചുങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, 2 പേർക്കും ജോലി, ഡിപ്പെൻഡായിട്ട് പോകുന്ന ആളിന് എത്ര സമയം വേണോ ജോലി ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റാണ്, നിങ്ങളിത് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവരെ ബന്ധപ്പെട്ട്, അപ്പോൾ ഇവർ പറഞ്ഞു അക്കൗണ്ടിൽ എമർജൻസി ആയിട്ട് ഒരു 9 ലക്ഷം രൂപ ഇടാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ 9 ലക്ഷം രൂപ ഇട്ട്, അത് അവർ പറഞ്ഞ പല അക്കൗണ്ടുകളാണ് എന്ന് പറഞ്ഞാൽ അവരാ സ്റ്റാഫ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു, സ്റ്റാഫാണെങ്കിലും എനിക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇതാന്ന് പറഞ്ഞു വേണ്ട, എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇതിൻ്റെ ഫുള്ള് ഉത്തരവാദിത്തം, അവർ ഒരു പൈസ ഇടുന്ന ബിനാമികൾ മാത്രമാണ്, ഞാനാണ് വിസ എടുക്കുന്നത് എന്നും പറഞ്ഞാണ് ഒരു പൈസ ഇടുന്നത്. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു ഇത് വിസയ്ക്ക് ശരിയാവൂല, ഈ പൈസയ്ക്ക് പറ്റത്തില്ല, അങ്ങനെ പൈസ കയ്യിൽ കൊണ്ട് തരാൻ പറഞ്ഞു. അതായത് അക്കൗണ്ടിൽ ഇട്ട GST അതെല്ലാം കാണിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വിളിച്ച്, അങ്ങനെ ഞങ്ങളവിടെ ഹൈലൈറ്റ് മാളിൽ ഞാനും ഹസ്ബൻഡും കൂടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പൈസ കൊണ്ടുവന്ന കയ്യിലാണ് കൊണ്ടു ചെന്നത്. 9 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അത് അവർ ഹൈലൈറ്റ് മാളിൻ്റെ പുറത്ത് വെച്ചാണ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ പൈസയ്ക്ക് പ്രൂഫ് ഇല്ലല്ലോ, എന്തെങ്കിലും പ്രൂഫ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ പൈസ വാങ്ങുന്നതിന് ആർക്കും പ്രൂഫ് കൊടുക്കാറില്ല, എല്ലാവരും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്കൊരു ഗ്യാരണ്ടീൻ്റെ പുറത്ത് നിങ്ങളൊരു എഗ്രിമെൻ്റെങ്കിലും എഴുതി തരണം. ഞങ്ങൾ ഇവിടെ നിന്ന് മുദ്രപത്രമൊക്കെ കൊണ്ടാണ് പോയത്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും 9 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് എഴുതി എഗ്രിമെൻറ്റും എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ കുറേ നാൾ പറഞ്ഞ് വിസ ശരിയാവൂല, ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3-4 മാസം നിർത്തിയിരുന്നു. എന്നിട്ട് ഇവർ പറഞ്ഞത് ഒരു മെയ് മാസമൊക്കെ ആയപ്പോൾ ഇവർ പറഞ്ഞു വിസ ഉണ്ട്, പക്ഷെ അതിന് പൈസയാകും, ഈ പൈസ ഇവിടെ നിൽക്കട്ട്, നിങ്ങൾ എമർജൻസി ആയിട്ട് കുറച്ച് പൈസ ഇട്, ബാക്കി അതിൽ നിന്നും കൂടെ എടുത്ത് ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഒരു 18.5 ലക്ഷം രൂപ ഇവർ വാങ്ങിച്ച്. അതായത് ഈ അന്നയുടെ അക്കൗണ്ടിൽ ഒരു 5,28,000 ഇട്ട്, പിന്നെ UK-യിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ അക്കൗണ്ട് നമ്പർ തന്നു, അതൊരു അജിത് കുമാറാണ്, അയാൾക്ക് 12,30,000 അയാളുടെ അക്കൗണ്ടിലും ഇട്ട്. എന്നിട്ട് അപ്പോൾ പറഞ്ഞ് ഇത്രയായി, ഇനി ഇൻഷുറൻസ് അടയ്ക്കാൻ, അതായത് കേരള വിസ എന്നാണ് അവർ പറഞ്ഞത്, ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി 3 വർഷത്തെ ഇൻഷുറൻസ് അടിക്കണമെന്ന് പറഞ്ഞ് 3,41,675 രൂപ ഇവർ വാങ്ങിച്ചു. അത് ഇവരെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലാണ് ഇട്ട് കൊടുക്കുന്നത്, ജോൺസൻ്റെ അക്കൗണ്ടിൽ നിന്ന് ജോൺസൺ അടച്ചെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ ആ വിസയ്ക്ക് വെച്ചു, ഞങ്ങൾക്ക് വിസയ്ക്ക് പോയി റിജക്ഷനായി. അതിൻ്റെ കാരണം ഈ ഡോക്യുമെൻറ്റേഷൻ്റെ പ്രശ്നമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരാൾ ചെന്നാൽ നമുക്ക് ഇന്ന ഡോക്യുമെൻറ്റ്സുകൾ അവർ തന്നെ ചെയ്തു വെച്ചോളും, നിങ്ങൾ ഇതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് വരെ അവർ എഡിറ്റ് ചെയ്ത് കയറ്റും. എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് വിസയിൽ വിടുന്ന പിള്ളേർക്ക്, കല്യാണം കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ അവരെ കൂടെ ഒരു ഡിപ്പെൻഡായിട്ട് ഒരാളെ വിടാൻ വേണ്ടി അവരെ ആൺപിള്ളേരെ കയ്യിൽ നിന്ന് 10 ലക്ഷം 15 ലക്ഷം വാങ്ങിച്ചിട്ട് അവർക്ക് ഇല്ലീഗലായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കി പൈസ തട്ടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ. എന്ന് പറഞ്ഞാൽ അവർ മാരേജ് സർട്ടിഫിക്കറ്റ്, ഫേക്ക് ഡോക്യുമെൻറ്റ്സ്, ഏത് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വേണോ അവരുണ്ടാക്കും. അതുപോലെ തന്നെ കേരള കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്. ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരസ്യം കണ്ടിട്ടാണോ അവരിലേക്ക് എത്തിയത്? അതെ, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരസ്യം കണ്ടാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇവരെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കണം, എല്ലാത്തിനും കൂടെ ചേർത്താണ്. എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ ഉണ്ടാക്കി തന്നു. ഇവർ കുറേ ഡോക്യുമെൻറ്റ്സ് ഈ ഡോക്യുമെൻറ്റ്സുകൾ ഉണ്ടാക്കിയായിരുന്നു.
അങ്ങനെ എന്ത് വിസ തട്ടിപ്പാണെന്ന് മനസ്സിലായത്. വിസയ്ക്ക് റിജക്ഷൻ വന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അത് നമ്മളെ ഭാഗത്തെ ഫോൾട്ടാണ്, അവരുടെ ഭാഗത്തോ അല്ല, ഒരു പൈസ പോലും റീഫണ്ട് തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്തോ ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും കടം കിടക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ ഒപ്പിച്ച് തന്നാൽ നിങ്ങളെ ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയും ഞങ്ങൾ അവിടെ 2-3 പേര് പലിശയ്ക്ക് വാങ്ങിച്ച് 6 ലക്ഷം രൂപ കൊടുത്തു. 6 ലക്ഷം രൂപ ഇവർ വാങ്ങിച്ചിട്ട് ഇവർ പറഞ്ഞ് മറ്റേ UK റീഫണ്ട് വാങ്ങിച്ച് ബാക്കിയും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. എങ്ങനെ ഇവരെ വിശ്വസിച്ചിരുന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് UK റീഫണ്ട് കിട്ടത്തില്ല, അത് നോക്കിയിരിക്കേണ്ട, പെട്ടെന്ന് ഒരു 14 ലക്ഷം രൂപയും കൂടെ ഇട്, എങ്കിൽ 20 ലക്ഷം രൂപ എന്നാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയ കയറി പോവാം നിങ്ങളെ ഹസ്ബൻഡ്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവർ തട്ടിപ്പാണെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അപ്പം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ ഇത് കൽപ്പറ്റ സ്റ്റേഷനിലാണ് പോകുന്നത്. കൽപ്പറ്റ സ്റ്റേഷനിൽ ചെന്നോ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, എൻ്റെ മൊഴി കൊടുത്തു കഴിഞ്ഞ് ഇവരവിടെ വിളിപ്പിച്ചു. എന്നിട്ട് എൻക്വയറി ഇപ്പോൾ ഏതാണ്ട് ഒരു 3-3.5 മാസമായി ഇതിൻ്റെ എൻക്വയറി നടക്കുന്നു. അപ്പം ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു 10-ാം തീയതി ആ ടൈമിനെങ്ങാണ്ട് ഇവർ മുൻകൂർ ജാമ്യത്തിന് വെച്ച്. ആ ഒരു റീസൺ കാരണം ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് കാണാം ഇന്നലെ ലാസ്റ്റ് ഫൈനൽ ഇതായിരുന്നു അവിടെ കോർട്ടിൽ. അതിൻ്റെ ഹിയറിങ് കഴിഞ്ഞ് 27-ാം തീയതിക്കാണ് വിധി പറയാനിരിക്കുന്നത്, അതായത് ഇവരെ മുൻകൂർ ജാമ്യത്തില്ല. അപ്പോൾ ഇന്നലെ രാത്രി അവരെ 2ാം പ്രതിയായ ജോൺസനെ അറസ്റ്റ് ചെയ്തു. അതായത് ഇവരെ ഭർത്താവിനെ ജോൺസൺ, അതായത് ലക്ഷ്മി, അതായത് ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും അവരുടെ ഭർത്താവും കൂടി ചേർന്നാണ് ഈ തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് ഇത്രയും രൂപ കൈപ്പറ്റുകയും വിവിധ അക്കൗണ്ടുകളിലേക്ക്, അവരുടെ അക്കൗണ്ടിൽ മാത്രമല്ല അവർ പറയുന്ന അക്കൗണ്ടുകളിലേക്ക് പൈസ അയച്ചു നൽകിയാൽ നിങ്ങൾക്ക് വിസ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പലരിലും വാഗ്ദാനം നൽകിയത്. ഇതിപ്പോൾ തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ജോൺസനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, കോഴിക്കോട് ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 4 FIRകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ 42 ലക്ഷം രൂപ തട്ടിയ കേസാണെങ്കിൽ മറ്റു പലതും ഇതിനേക്കാൾ വലിയ ലക്ഷങ്ങൾ തട്ടിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. അവരുടെ ഒരു വീഡിയോ ഉൾപ്പെടെ അയച്ചു നൽകിയിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് അവർ ഏത് തരത്തിലാണ് ആളുകളെ തൻ്റെ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു UK പോകാൻ ആളുകളെ ആകർഷിക്കുന്നത് എങ്ങനെയാണെന്നും അതിന് എന്തൊക്കെ നടപടിക്രമങ്ങൾ ചെയ്യണമെന്നും ആരെ കോണ്ടാക്ട് ചെയ്യണമെന്നും ഒക്കെ ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് കണ്ടിട്ടാണ് പലരും ഈ ഇൻസ്റ്റഗ്രാമിലെ ഇവരുടെ ഈ പരസ്യം കണ്ടിട്ടാണ് പലരും ഇവരെ സമീപിക്കുന്നത്. അങ്ങനെ സമീപിച്ചവരാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിട്ടുള്ളത്. അതിലാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഭർത്താവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൽപ്പറ്റ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായിട്ടുള്ള അന്ന മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതാണ് നിലവിൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. നിറയെ പരാതിക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്.